നമ്മൾ എപ്പോ കളി തോറ്റാലും നമ്മള് ഈ റിച്ചാർഡ് ഹ്യൂഗ്സും മൈക്കിൾ എഡ്വേർഡ്സിനെ കൊണ്ടുവരുന്നത് ആണല്ലോ. ഉള്ള ആൾക്കാർ പ്ലേയേഴ്സ് അല്ലേ, അവര് വെച്ച് കളിക്കാൻ പറ്റില്ലേ? ഡിസ്പ്ലേ ഓഫ് ഫുട്ബോൾ ഇസ് വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? ആള് കോച്ചിങ്ങിൽ വലിയ ആളാണ്, അയാള് പാരാമീറ്റേഴ്സിലൊക്കെ വരുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് കളിക്കുന്ന കളി വേറെ അല്ലേ? ആ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് സൈൻ ചെയ്തത് റിച്ചർഡ് ഹ്യൂസ് തന്നെ അല്ലേ? നിങ്ങൾ സ്ലോട്ടിനെ പുറത്താക്കുന്ന അയാളെ വെച്ചത് റിച്ചർഡ് ഹ്യൂസ് അല്ലേ? അതല്ലേ ഞാൻ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ കളി പറയുന്ന പെർഫോമൻസിനെ കുറിച്ചാണ്, നോട്ട് അബൌട്ട് ദ റിക്രൂട്ട്മെന്റ് തിങ്. റിക്രൂട്ട്മെന്റ് ഓഫ് സ്ലോട്ട് ഇറ്റ്സെൽഫ് അങ്ങനെ കുറെ ആൾക്കാര് കുറെ ക്ലബിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്. റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് സാക്ക് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് ഡയറക്ടർ ഓഫ് ഫുട്ബോളിനെയോ അല്ലെങ്കിൽ അതിന്റെ സിഇഒനെ ആരും സാക്ക് ചെയ്തിട്ടില്ല. ഉണ്ടല്ലോ. ആഴ്സണൽ ഗോട്ട് റിഡ് ഓഫ് മൈക്ക് എഡു. നമ്മുടെ ക്ലബ്ബ് ഒരു സ്ട്രക്ചർ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സ്ട്രക്ചർ തന്നെ പോയിരിക്കുകയാണ് ഞാൻ പറയുന്നത്. ലൈക്ക് നിങ്ങൾ ഒരു പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തു, അയാൾ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതേ എഡ്വേർഡ്സും ഹ്യൂസിനെയും നിങ്ങൾ അടുത്ത ആളെ കൂടി വെക്കാൻ അപ്പോയിന്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നപ്പോ റിച്ചാർഡ് ഹ്യൂഗ്സ് ആണ് അവിടെ ചെന്ന് സ്ലോട്ടിനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് സ്ലോട്ടിന്റെ അടുത്ത് ഡിസ്കസ് ഒക്കെ ചെയ്ത ആളെ കൊണ്ടുവന്നത്. അപ്പൊ അത് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാത്ത ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ചിലപ്പോ യങ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യമായിരിക്കും. സല ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, റൈറ്റ്? ദ ഇൻഫേമസ് ഇന്റർവ്യൂ. സല ടാർഗറ്റ് ചെയ്തത് സ്ലോട്ടിനല്ല അവിടെ. അഗെയിൻ സ്ലോട്ട് കുഡ് ബി വൺ ഓഫ് ദ റീസൺ ബട്ട് സ്ലോട്ടിനെ സല ടാർഗറ്റ് ചെയ്തതും ഇറ്റ് ഈസ് എഡ്വേർഡ്സ്. സോ ഈ ചെയിനിൽ എവിടെയാണ് സ്ലോട്ട്? ഈ എഡ്വേർഡ്സും ഹ്യൂഡ്സും പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ സ്ലോട്ടിനെ വെച്ചിട്ട് നമുക്കൊരു ഉപകാരമൊന്നുമില്ല. അങ്ങനാണെങ്കിൽ if Edwards and Hughes is saying that you have to play this way എന്ന് പറഞ്ഞിട്ട് സ്ലോട്ട് കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ players are never going to trust the manager or the coach. ആരാണ് ചോദിക്കുക. സെക്കൻഡ് തിങ്, ജെറമി ജാക്വറ്റിനെ വാങ്ങി. ആരാ വാങ്ങിയത്? സ്ലോട്ട് ആണോ വാങ്ങുന്നത്? ഹ്യൂസ് ആണോ വാങ്ങുന്നത്? എഡ്വേർഡ്സ് പറഞ്ഞിട്ടാണോ വാങ്ങുന്നത്? ഹ്യൂഗ്സും സ്ലോട്ടും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ യുണൈറ്റഡ് വേയിലേക്ക് എത്തിയില്ലേ വീണ്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോംബോ അല്ലേ, രണ്ടിനെയും തട്ടണം. അപ്പൊ ആയിക്കോട്ടെ. അല്ല, അപ്പോഴും ഈ സ്ലോട്ടിനെ ഡിഫെൻഡ് ചെയ്യുന്നത് എന്തിനാണ്?